ഗെറ്റിംഗ് തിങ്സ് ഡൺ. കാര്യങ്ങൾ സ്മാർട്ടായി ചെയ്തു തീർക്കാം. മടിയെ മറികടക്കാനുള്ള പ്രായോഗിക ഗൈഡ്. മനുഷ്യ ചരിത്രത്തിൽ ഇന്നോളം ഉണ്ടായിട്ടുള്ളതിൽ ഏറ്റവും തിരക്കേറിയതും ഏറ്റവും കൂടുതൽ ശ്രദ്ധ വ്യതിചലിക്കുന്നതുമായ കാലഘട്ടത്തിലൂടെയാണ് നാം ജീവിച്ചു പോകുന്നത്. ജോലിസ്ഥലത്തെ ഉത്തരവാദിത്തങ്ങൾ, വ്യക്തിജീവിതത്തിലെ ആവശ്യങ്ങൾ, ഡിജിറ്റൽ ലോകത്തു നിന്നും നിരന്തരം വന്നുകൊണ്ടിരിക്കുന്ന സന്ദേശങ്ങൾ, ഇമെയിലുകൾ, വാർത്തകൾ എന്നിവയെല്ലാം നമ്മുടെ തലച്ചോറിനെ എപ്പോഴും അശാന്തമാക്കി നിലനിർത്തുന്നു. മുൻകാലങ്ങളിൽ മനുഷ്യന്റെ ജോലികൾക്ക് കൃത്യമായ അതിരുകളുണ്ടായിരുന്നു. കൃഷിയിടത്തിൽ പണിയെടുക്കുന്ന ഒരാൾക്ക് ആ പണി എപ്പോൾ തീരുമെന്ന് കൃത്യമായി അറിയാമായിരുന്നു. എന്നാൽ ഇന്നത്തെ വിജ്ഞാന യുഗത്തിൽ, നോളജ് ഈറയിൽ ജോലികൾക്ക് കൃത്യമായ അതിരുകളില്ല. ഓഫീസിൽ നിന്ന് വീട്ടിലെത്തിയാലും തീരാത്ത പ്രോജക്റ്റുകളെക്കുറിച്ചുള്ള ചിന്തകൾ മനസ്സിൽ ബാക്കിയുണ്ടാകും. ഇത്തരം സാഹചര്യങ്ങളിൽ ഒരു മനുഷ്യന് സമ്മർദ്ദമില്ലാതെ എങ്ങനെ തന്റെ പൂർണ്ണമായ കാര്യക്ഷമത പുറത്തെടുക്കാൻ സാധിക്കും എന്നാണ് ഡേവിഡ് അലൻ ഗെറ്റിംഗ് തിങ്സ് ഡൺ എന്ന പുസ്തകത്തിലൂടെ നമുക്ക് വിശദീകരിച്ച് തരുന്നത്. മടി മാറ്റാനും കാര്യങ്ങൾ ഉഷാറായി ചെയ്യാനും ഭൂരിഭാഗം ആളുകളും ശ്രമിക്കുന്നത് കഠിനമായ അച്ചടക്കം കൊണ്ടോ വലിയ ലക്ഷ്യങ്ങൾ പെട്ടെന്ന് നിശ്ചയിച്ചുകൊണ്ടോ ആണ്. എന്നാൽ യഥാർത്ഥ പ്രശ്നം നമ്മുടെ ലക്ഷ്യങ്ങളുടേതോ അച്ചടക്കത്തിൻ്റെതോ അല്ല, മറിച്ച് നമ്മുടെ മനസ്സിലേക്ക് ദിവസവും വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള ഒരു ശരിയായ വ്യവസ്ഥ, സിസ്റ്റം നമുക്കില്ലാത്തതാണ്. നമ്മുടെ തലച്ചോറിനെ കാര്യങ്ങൾ ചിന്തിച്ചുണ്ടാക്കാനും പുതിയ ആശയങ്ങൾ സൃഷ്ടിക്കാനുമുള്ള ഒന്നായി മാറ്റണം. അല്ലാതെ കാര്യങ്ങൾ സൂക്ഷിച്ചു വെക്കാനുള്ള ഒരു സ്റ്റോറേജ് ബോക്സ് ആക്കി അതിനെ മാറ്റരുത്. ഇതാണ് ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകൾ പിന്തുടരുന്ന GTD, ഗെറ്റിംഗ് തിങ്സ് ഡൺ എന്ന പ്രായോഗിക സിദ്ധാന്തത്തിന്റെ അടിസ്ഥാന ശില. ഈ വ്യവസ്ഥിതി എങ്ങനെയാണ് നമ്മുടെ നിത്യജീവിതത്തിലെ മടിയെയും കൺഫ്യൂഷനുകളെയും ഇല്ലാതാക്കുന്നതെന്നും സമ്മർദ്ദമില്ലാത്ത ഉയർന്ന ഉൽപാദനക്ഷമതയിലേക്ക് നമ്മളെ എങ്ങനെ നയിക്കുന്നു എന്നുമാണ് പുസ്തകത്തിലെ വിവിധ ഭാഗങ്ങളിലൂടെ നാം വിശദമായി പരിശോധിക്കുന്നത്. ഭാഗം 1: കാര്യക്ഷമതയുടെ ഒരു പുതിയ ലോകം. ദ ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ. നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഭയവും ആശങ്കയും ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ചെയ്യേണ്ട പല കാര്യങ്ങളും നമ്മൾ മനസ്സിൽ വെറുതെ ഓർത്തു വെച്ചിരിക്കുന്നത് കൊണ്ടാണ് അത് സംഭവിക്കുന്നത്. നാളെ രാവിലെ പച്ചക്കറി വാങ്ങണം, സുഹൃത്തിനെ ഫോണിൽ വിളിക്കണം, അടുത്ത ആഴ്ച ഒരു റിപ്പോർട്ട് സമർപ്പിക്കണം, വീട്ടുവാടക കൊടുക്കണം തുടങ്ങിയ ഡസൻ കണക്കിന് കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അബോധ മനസ്സ് ഈ കാര്യങ്ങളെയെല്ലാം ഒരേ പ്രാധാന്യത്തോടെയാണ് കാണുന്നത്. തത്ഫലമായി സുഹൃത്തിനെ വിളിക്കേണ്ട കാര്യം നമ്മൾ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് ഓർക്കുക. ആ സമയത്ത് നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. ഇത് മനസ്സിന് വലിയ തോതിലുള്ള അസ്വസ്ഥതയും ക്ഷീണവും സമ്മാനിക്കുന്നു. ഡേവിഡ് അലൻ അതിനെ വിശേഷിപ്പിക്കുന്നത് തുറന്ന ലൂപ്പുകൾ, ഓപ്പൺ ലൂപ്സ് എന്നാണ്. പൂർത്തിയാക്കാത്ത ഏതൊരു കാര്യവും നമ്മുടെ മനസ്സിൽ തുറന്നുവെച്ച ഒരു ജനൽ പോലെയാണ്. അത് നിരന്തരം നമ്മുടെ ഊർജത്തെ ചോർത്തിക്കളയുന്നു. ഇതിനൊരു പരിഹാരമായി അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത് മാർഷൽ ആർട്സിലെ വാട്ടർ മൈൻഡ്, മൈൻഡ് ലൈക്ക് വാട്ടർ എന്ന ആശയമാണ്. ഒഴുകുന്ന വെള്ളത്തിലേക്ക് ഒരു കല്ലിട്ടാൽ വെള്ളം അതിനോട് കൃത്യമായ അളവിൽ മാത്രമേ പ്രതികരിക്കുകയുള്ളൂ. ചെറിയ കല്ലാണെങ്കിൽ ചെറിയ അലയടികൾ മാത്രം ഉണ്ടാകുന്നു, വലിയ കല്ലാണെങ്കിൽ വലിയ അലയടികൾ ഉണ്ടാകുന്നു. അതിനുശേഷം വെള്ളം വീണ്ടും ശാന്തമാകുന്നു. വെള്ളം ഒരിക്കലും മുൻകൂട്ടി ഭയപ്പെടുന്നില്ല, കഴിഞ്ഞ കാര്യങ്ങളെ ഓർത്ത് ദുഃഖിക്കുന്നതുമില്ല. നമ്മുടെ മനസ്സും ഇതുപോലെയായിരിക്കണം. കാര്യങ്ങൾ വരുമ്പോൾ അതിനോട് ആവശ്യമായ രീതിയിൽ മാത്രം പ്രതികരിക്കുകയും അതിനുശേഷം പൂർണ്ണമായും ശാന്തമാകുകയും വേണം. ഇങ്ങനെ മനസ്സിനെ സമാധാനത്തോടെ നിലനിർത്തണമെങ്കിൽ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും വിശ്വസിക്കാൻ കൊള്ളാവുന്ന മറ്റൊരു ബാഹ്യ വ്യവസ്ഥയിലേക്ക്, എക്സ്റ്റേണൽ സിസ്റ്റത്തിലേക്ക് മാറ്റി സ്ഥാപിക്കേണ്ടതുണ്ട്. ജീവിതത്തെ നിയന്ത്രണത്തിൽ ആക്കാനുള്ള 5 ഘട്ടങ്ങൾ. നമ്മുടെ നിയന്ത്രണത്തിന് അതീതമായി പോകുന്ന ദൈനംദിന ജീവിതത്തെ തിരികെ പിടിക്കാൻ 5 ലളിതമായ ഘട്ടങ്ങളിലൂടെ സാധിക്കും. ഈ ഘട്ടങ്ങൾ നമ്മുടെ സ്വഭാവത്തിന്റെ ഭാഗമാക്കി മാറ്റുമ്പോൾ ജീവിതം വളരെ ലളിതമായി മാറും. വിവരങ്ങൾ ശേഖരിക്കുക, ക്യാപ്ചർ. നമ്മുടെ ശ്രദ്ധ തിരിക്കുന്നതും നാം ശ്രദ്ധിക്കേണ്ടതുമായ എല്ലാ കാര്യങ്ങളെയും മനസ്സിൽ നിന്നും പുറത്തെടുത്ത് ഒരു ഡയറിയിലോ നോട്ട്ബുക്കിലോ അല്ലെങ്കിൽ മൊബൈൽ ആപ്പിലോ എഴുതി വെക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. മനസ്സിൽ വരുന്ന ആശയങ്ങൾ മുതൽ നാളെ വാങ്ങേണ്ട പലചരക്ക് സാധനങ്ങളുടെ ലിസ്റ്റ് വരെ അതിൽ ഉൾപ്പെടണം. ഇത്തരത്തിൽ ചെയ്യുന്നതിലൂടെ നമ്മൾ മനസ്സിലുള്ള ഭാരമെല്ലാം ഒരു സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്.
വിവരങ്ങൾ വിശകലനം ചെയ്യുക അഥവാ വ്യക്തമാക്കുക. ക്ലാരിഫൈ. നമ്മൾ ശേഖരിച്ചു വെച്ച കാര്യങ്ങൾ എന്താണെന്ന് ഓരോന്നായി പരിശോധിക്കണം. ഇതിൽ നിന്നും നമ്മൾ സ്വയം ചോദിക്കേണ്ട ചോദ്യം, ഈ വിഷയത്തിൽ എനിക്കിപ്പോൾ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ എന്നതാണ്. ഇല്ല എന്നാണ് ഉത്തരമെങ്കിൽ നമുക്കത് കളയാം, അല്ലെങ്കിൽ പിന്നീട് വായിക്കാനായി സൂക്ഷിച്ചു വെക്കാം. അതേസമയം ചെയ്യാൻ സാധിക്കുന്ന കാര്യമാണെങ്കിൽ അതിൽ ആദ്യത്തെ നടപടി എന്താണെന്ന് കണ്ടെത്തണം. ഇവിടെയാണ് പ്രസിദ്ധമായ 2 മിനിറ്റ് നിയമം, 2 മിനിറ്റ് റൂൾ കടന്നു വരുന്നത്. നമ്മൾ കണ്ടെത്തിയ ആ ആദ്യ നടപടി 2 മിനിറ്റിൽ താഴെ സമയം കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അത് നാളത്തേക്ക് മാറ്റി വെക്കാതെ ആ നിമിഷത്തിൽ തന്നെ ചെയ്തു തീർക്കുക. അത് വലിയൊരു ആശ്വാസമായിരിക്കും. 2 മിനിറ്റിൽ കൂടുതൽ സമയമെടുക്കുന്ന കാര്യമാണെങ്കിൽ അത് മറ്റൊരു ലിസ്റ്റിലേക്ക് മാറ്റുകയോ അല്ലെങ്കിൽ അത് ചെയ്യാൻ അനുയോജ്യനായ മറ്റൊരാളെ ഏൽപ്പിക്കുകയോ ചെയ്യാം. ക്രമീകരിക്കുക, ഓർഗനൈസ്. വിശകലനം ചെയ്ത കാര്യങ്ങളെ അവയുടെ സ്വഭാവമനുസരിച്ച് ശരിയായ അറകളിൽ തരം തിരിച്ചു വെക്കണം. ഉദാഹരണത്തിന്, ഓഫീസിലിരുന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ, ഫോൺ വിളിക്കേണ്ട കാര്യങ്ങൾ, വീട്ടിൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്നിങ്ങനെ തരം തിരിച്ച് ലിസ്റ്റുകൾ ഉണ്ടാക്കുക. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മൾ ഫോൺ വിളിക്കാനിരിക്കുമ്പോൾ മറ്റ് ചിന്തകളില്ലാതെ ആ ലിസ്റ്റിലുള്ള ഫോൺ കോളുകൾ മാത്രം കൃത്യമായി വിളിച്ചു തീർക്കാൻ സാധിക്കും. വിലയിരുത്തുക, റിഫ്ലക്റ്റ്. നമ്മൾ ഉണ്ടാക്കി വെച്ച ലിസ്റ്റുകൾ വെറുതെ സൂക്ഷിച്ചാൽ മാത്രം പോരാ, അവ കൃത്യമായ ഇടവേളകളിൽ എടുത്തു നോക്കണം. ദിവസേനയും ആഴ്ചയിലൊരിക്കലും ഈ ലിസ്റ്റുകൾ പരിശോധിക്കുകയും ആവശ്യമില്ലാത്തവ നീക്കം ചെയ്യുകയും പുതിയവ ചേർക്കുകയും വേണം. ഈ പ്രതിവാര അവലോകനമാണ്, വീക്ക്ലി റിവ്യൂ ആണ് ഈ സിസ്റ്റത്തിന്റെ ജീവൻ എന്ന് പറയാം. അത് നമ്മുടെ നിയന്ത്രണം എപ്പോഴും കൈവിട്ടു പോകാതെ കാത്തു സൂക്ഷിക്കും. പ്രവർത്തിക്കുക, എൻഗേജ്. എല്ലാ കാര്യങ്ങളും കൃത്യമായി ക്രമീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് മുന്നിൽ കൺഫ്യൂഷനുകൾ ഒന്നും തന്നെ ഉണ്ടാകില്ല. ആ സമയത്ത് നമുക്കുള്ള സാഹചര്യവും സമയവും ഊർജവും അനുസരിച്ച് ഏറ്റവും അനുയോജ്യമായ ജോലി തിരഞ്ഞെടുത്ത് പൂർണ്ണ ശ്രദ്ധയോടെ ചെയ്യാൻ സാധിക്കും. പ്രോജക്റ്റുകളെ സർഗാത്മകമായി ആസൂത്രണം ചെയ്യുക. ചില ജോലികൾ ഒറ്റത്തവണ കൊണ്ട് ചെയ്തു തീർക്കാൻ പറ്റാത്തവയായിരിക്കും. ഉദാഹരണത്തിന്, ഒരു പുതിയ കാർ വാങ്ങുക അല്ലെങ്കിൽ ഒരു യാത്ര പ്ലാൻ ചെയ്യുക എന്നതൊക്കെ ഒന്നിലധികം ഘട്ടങ്ങളുള്ള വലിയ ജോലികളാണ്. ഇത്തരം വലിയ കാര്യങ്ങളെയാണ് ഡേവിഡ് അലൻ പ്രോജക്റ്റുകൾ എന്ന് വിളിക്കുന്നത്. പലപ്പോഴും ഇത്തരം വലിയ ജോലികൾ കാണുമ്പോൾ പേടിയും മടിയും തോന്നി നമ്മൾ അവ നീട്ടിവെക്കാറുണ്ട്. ഇതിനെ മറികടക്കാൻ പ്രകൃതിദത്തമായ പ്ലാനിംഗ് രീതിയാണ് ഉപയോഗിക്കേണ്ടത്. നമ്മുടെ തലച്ചോറ് സാധാരണയായി വളരെ സ്വാഭാവികമായി കാര്യങ്ങൾ പ്ലാൻ ചെയ്യാറുണ്ട്. ഉദാഹരണത്തിന്, നമ്മൾ കൂട്ടുകാരോടൊപ്പം പുറത്തുപോയി ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ആദ്യം നമുക്ക് അതൊരാശയമായി തോന്നുന്നു. പിന്നീട് ഏത് ഹോട്ടലിൽ പോകണം എന്ന് തീരുമാനിക്കുന്നു. തുടർന്ന് അവിടെ എത്താൻ എന്ത് ചെയ്യണം എന്ന് ചിന്തിക്കുന്നു. ഒടുവിൽ വണ്ടി വിളിച്ച് അങ്ങോട്ട് പോകുന്നു. ഈ സ്വാഭാവിക രീതിയെ നമ്മുടെ വലിയ ഔദ്യോഗിക പ്രോജക്റ്റുകളിലും ഉപയോഗിക്കണം. ഏതൊരു വലിയ പ്രോജക്റ്റും തുടങ്ങുന്നതിനു മുൻപ് നമ്മൾ എന്തിനാണ് ഇത് ചെയ്യുന്നത് എന്ന ലക്ഷ്യം കൃത്യമായി മനസ്സിലാക്കണം. ആ ലക്ഷ്യം മനസ്സിലുണ്ടെങ്കിൽ അതിലേക്ക് എത്താനുള്ള പലവിധ വഴികൾ നമ്മുടെ മനസ്സിലേക്ക് ഒഴുകിയെത്തും. അതിനെയാണ് ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന് പറയുന്നത്. വരുന്ന ആശയങ്ങളെ കൃത്യമായി ക്രമീകരിച്ച് അതിലെ ഏറ്റവും ആദ്യത്തെ പ്രായോഗികമായ അടുത്ത പടി, നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് കണ്ടെത്തണം. ഉദാഹരണത്തിന്, പുതിയ വീട് വെക്കണം എന്ന വലിയ ലക്ഷ്യത്തിനു മുന്നിൽ പകച്ചു നിൽക്കാതെ ഒരു ആർക്കിടെക്റ്റിനെ വിളിക്കാൻ നമ്പർ കണ്ടെത്തുക എന്ന വളരെ ലളിതമായ ആദ്യ നടപടിയിലേക്ക് ആ വലിയ പ്രോജക്റ്റിനെ മാറ്റി എഴുതുക. ഈ ചെറിയ മാറ്റം നമ്മുടെ ഉള്ളിലെ മടിയെയും ഭയത്തെയും പൂർണ്ണമായും ഇല്ലാതാക്കും. ഒരു നല്ല ചിത്രകാരൻ വരയ്ക്കാൻ തുടങ്ങുന്നതിനു മുമ്പ് ക്യാൻവാസ് വൃത്തിയാക്കി വെക്കുന്നത് പോലെ നമ്മളും നമ്മുടെ മനസ്സാകുന്ന ക്യാൻവാസിനെ എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കണം. ചിന്തകളുടെ അനാവശ്യമായ കാടുകയറ്റങ്ങളെ ഒഴിവാക്കി എല്ലാത്തിനെയും ഒരു ലളിതമായ സിസ്റ്റത്തിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ മടി മാറിപ്പോകുന്നു. കാര്യങ്ങൾ കൃത്യമായി നടക്കും എന്ന ആത്മവിശ്വാസം മനസ്സിൽ നിറയുമ്പോൾ സമാധാനവും ഉന്മേഷവും തനിയെ വന്നുചേരും. സമ്മർദ്ദമില്ലാത്ത ഒരു ജീവിതത്തിലേക്കും ഉയർന്ന ഉൽപാദനക്ഷമതയിലേക്കുമുള്ള ലളിതമായ വാതിൽ തുറന്നു തരികയാണ് പുസ്തകത്തിന്റെ ഈ 1ാം ഭാഗം ചെയ്യുന്നത്. ഭാഗം 2, സമ്മർദ്ദമില്ലാത്ത കാര്യക്ഷമതയുടെ പ്രായോഗിക വശം, പ്രാക്ടീസിംഗ് പ്രൊഡക്റ്റീവ് സ്ട്രെസ് ഫ്രീ.
ആദ്യ ഭാഗത്തിൽ വ്യക്തമാക്കിയ തത്വങ്ങളെ എങ്ങനെ നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റാം എന്നാണ് പുസ്തകത്തിന്റെ രണ്ടാം ഭാഗത്തിൽ ഡേവിഡ് അലൻ പ്രായോഗികമായി കാണിച്ചു തരുന്നത്. പല സിദ്ധാന്തങ്ങളും കേൾക്കാൻ നല്ലതാണെങ്കിലും അവ ജീവിതത്തിൽ പകർത്താൻ നോക്കുമ്പോൾ നമ്മൾ പരാജയപ്പെടാറുണ്ട്. എന്നാൽ GTD സിസ്റ്റം നമ്മുടെ മേശപ്പുറത്തും മൊബൈലിലും ചിന്തകളിലും എങ്ങനെ കൃത്യമായി നടപ്പിലാക്കാം എന്നതിന്റെ ഘട്ടം ഘട്ടമായുള്ള ഒരു വഴികാട്ടിയാണ് ഈ ഭാഗം. നിങ്ങളുടെ ചുറ്റുമുള്ള അലങ്കോലങ്ങളെ മാറ്റി കാര്യങ്ങൾ സുതാര്യമാക്കാനുള്ള പ്രായോഗിക പരിശീലനം ഇവിടെ ആരംഭിക്കുന്നു. ഒരുക്കങ്ങൾ: സമയവും സ്ഥലവും ഉപകരണങ്ങളും. ഒരു വലിയ മാറ്റത്തിന് തുടക്കം കുറിക്കുമ്പോൾ അതിനനുയോജ്യമായ അന്തരീക്ഷം ഒരുക്കുക എന്നത് വളരെ പ്രധാനമാണ്. മാനസികമായ മടി മാറ്റുന്നതിനുള്ള ആദ്യപടി ഭൗതികമായ സാഹചര്യങ്ങളെ ക്രമീകരിക്കുക എന്നതാണ്. ഇതിനായി ആദ്യം ചെയ്യേണ്ടത് തടസ്സങ്ങളില്ലാത്ത കുറച്ചു സമയം മാറ്റിവെക്കുക എന്നതാണ്. ഫോൺ കോളുകളോ മറ്റ് ശ്രദ്ധ തിരിക്കലുകളോ ഇല്ലാത്ത 2 ദിവസത്തെ സമയം ഇതിനായി മാറ്റിവെക്കാൻ എഴുത്തുകാരൻ നിർദ്ദേശിക്കുന്നു. കേൾക്കുമ്പോൾ ഇതൊരു വലിയ സമയമായി തോന്നാം എങ്കിലും ജീവിതകാലം മുഴുവൻ അനുഭവിക്കാൻ പോകുന്ന സമാധാനത്തിന് വേണ്ടി ഈ സമയം അത്യാവശ്യമാണ്. അടുത്തതായി നമുക്ക് ജോലി ചെയ്യാൻ കൃത്യമായ ഒരു സ്ഥലം ആവശ്യമാണ്. അത് ഓഫീസിലെ ഒരു മേശയോ അല്ലെങ്കിൽ വീട്ടിലെ ഒരു ചെറിയ കോർണറോ ആകാം. ഈ സ്ഥലത്ത് നമുക്ക് ആവശ്യമുള്ള ടൂളുകൾ ഉണ്ടായിരിക്കണം. ഫയൽ ഫോൾഡറുകൾ, പേപ്പർ ക്ലിപ്പുകൾ, നോട്ട് പാഡുകൾ, ഒരു കലണ്ടർ, ഒരു ഡസ്റ്റ്ബിൻ, കൂടാതെ കമ്പ്യൂട്ടറോ മൊബൈലോ ഉണ്ടെങ്കിൽ അവയും തയ്യാറാക്കി വെക്കുക. ഓർക്കുക, നിങ്ങളുടെ സിസ്റ്റം എത്രത്തോളം ലളിതമാണോ അത്രത്തോളം അത് തുടർന്നു കൊണ്ടുപോകാൻ എളുപ്പമായിരിക്കും. ഡിജിറ്റൽ ടൂളുകൾ ഉപയോഗിക്കുന്നവർക്ക് പോലും തുടക്കത്തിൽ ഒരു പേപ്പറും പേനയും ഉപയോഗിക്കുന്നതാണ് കൂടുതൽ ഫലപ്രദം എന്ന് അലൻ സാക്ഷ്യപ്പെടുത്തുന്നു. ശേഖരണത്തിന്റെ കല, ക്യാപ്ചർ. എല്ലാ ഒരുക്കങ്ങളും കഴിഞ്ഞാൽ ആദ്യത്തെ പ്രധാന പടിയിലേക്ക് കടക്കാം. മനസ്സിലുള്ളതും ചുറ്റുമുള്ളതുമായ എല്ലാ കാര്യങ്ങളും ഒരിടത്തേക്ക് ശേഖരിക്കുക. ഇതിനെ ഇൻബോക്സ് എന്ന് വിളിക്കാം. നിങ്ങളുടെ മുറിയിലോ ഓഫീസിലോ ഉള്ള മേശപ്പുറം, ഡ്രോവറുകൾ എന്നിവ പരിശോധിച്ച് ചെയ്യാൻ ബാക്കി വെച്ചിട്ടുള്ള എല്ലാ പേപ്പറുകളും, ബില്ലുകളും വിസിറ്റിംഗ് കാർഡുകളും ഈ ഇൻബോക്സിലേക്ക് മാറ്റുക. ഭൗതികമായ വസ്തുക്കൾ ശേഖരിച്ചു കഴിഞ്ഞാൽ അടുത്തത് മാനസികമായ ശേഖരണമാണ്, മൈൻഡ് സ്വീപ്പ്. ഒരു പേപ്പർ എടുത്ത് നിങ്ങളുടെ മനസ്സിൽ കിടക്കുന്ന എല്ലാ ചിന്തകളും എഴുതി തുടങ്ങുക. വണ്ടി സർവീസ് ചെയ്യണം, അമ്മയ്ക്ക് മരുന്ന് വാങ്ങണം, ആ പഴയ കൂട്ടുകാരനെ വിളിക്കണം, പുതിയ പ്രോജക്റ്റിന്റെ ഐഡിയ ആലോചിക്കണം എന്നിങ്ങനെ വലുതും ചെറുതുമായ എല്ലാ കാര്യങ്ങളും അതിലേക്ക് പകർത്തി വെക്കുക. നിങ്ങളുടെ മനസ്സിൽ ചെയ്യേണ്ടതായി ഒരു കാര്യം പോലും ബാക്കി നിൽക്കാത്ത വിധം മനസ്സ് പൂർണ്ണമായും ശൂന്യമാകുന്നതുവരെ ഇത് തുടരുക. ഇപ്പോൾ നിങ്ങളുടെ മുന്നിലുള്ള ഇൻബോക്സിൽ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ തുറന്ന ലൂപ്പുകളും അടങ്ങിയിരിക്കുന്നു. വിവരങ്ങൾ വ്യക്തമാക്കലും ശൂന്യമാക്കലും, ക്ലാരിഫൈ. ഇൻബോക്സിൽ കാര്യങ്ങൾ കുന്നുകൂടി കിടക്കുന്നത് കാണുമ്പോൾ ഭയം തോന്നേണ്ടതില്ല. ഇനി അവയെ ഓരോന്നായി എടുത്ത് വിശകലനം ചെയ്യുകയാണ് വേണ്ടത്. ഇവിടെ നമ്മൾ ഒരു കർശനമായ നിയമം പാലിക്കണം. ഇൻബോക്സിൽ നിന്ന് ഒരു കാര്യം എടുത്താൽ അത് തിരിച്ച് അതിലേക്ക് തന്നെ വെക്കരുത്. ആ പേപ്പറിലോ ചിന്തയിലോ അടങ്ങിയിരിക്കുന്ന വിഷയം എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ സ്വയം ചോദിക്കേണ്ട ചോദ്യം ഇതാണ്: ഇതിൽ എനിക്ക് ഇപ്പോൾ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ? ഈസ് ഇറ്റ് ആക്ഷനബിൾ? ഇല്ല എന്നാണ് ഉത്തരമെങ്കിൽ അതിന് 3 വഴികളേയുള്ളൂ. ഒന്നുകിൽ അത് ചവറ്റുകുട്ടയിലേക്ക് എറിയുക, ട്രാഷ്. അല്ലെങ്കിൽ ഇപ്പോൾ ഒന്നും ചെയ്യേണ്ടതില്ല, പക്ഷെ പിന്നീട് ആവശ്യമായി വരും എന്ന് തോന്നുന്ന ഒരു കാര്യമുണ്ടെങ്കിൽ അത് മറ്റൊരു ലിസ്റ്റിലേക്ക് മാറ്റുക, സംഡേ ഓർ മേ ബി. അതുമല്ലെങ്കിൽ ഭാവിയിൽ റെഫറൻസിന് വേണ്ടി മാത്രം ആവശ്യമുള്ളതാണെങ്കിൽ അത് കൃത്യമായ ഫയലുകളിൽ സൂക്ഷിച്ചു വെക്കുക, റെഫറൻസ് ഫയൽസ്. ഉണ്ട് എന്നാണ് ഉത്തരമെങ്കിൽ അത് ചെയ്യാൻ നമ്മൾ അടുത്തതായി സ്വീകരിക്കേണ്ട കൃത്യമായ നടപടി, നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് കണ്ടെത്തണം. ഇവിടെയാണ് നേരത്തെ പറഞ്ഞ 2 മിനിറ്റ് നിയമം പ്രാവർത്തികമാക്കേണ്ടത്. ആ ജോലി 2 മിനിറ്റിനുള്ളിൽ തീർക്കാൻ പറ്റുന്നതാണെങ്കിൽ, ഉദാഹരണത്തിന് ഒരു ഇമെയിലിന് മറുപടി അയക്കുക, ഒരു ബില്ലടയ്ക്കുക, ഇത്തരം കാര്യങ്ങളാണെങ്കിൽ അതപ്പോൾ തന്നെ ചെയ്യുക. അതിൽ കൂടുതൽ സമയമെടുക്കുന്നു എങ്കിൽ അത് ചെയ്യാനായി മറ്റൊരു ലിസ്റ്റിലേക്ക് മാറ്റുക, ഡിഫർ ഇറ്റ്. അല്ലെങ്കിൽ ആ ജോലി ചെയ്യാൻ കൂടുതൽ അനുയോജ്യനായ മറ്റൊരാളെ ഏൽപ്പിക്കുക, ഡെലഗേറ്റ് ഇറ്റ്. ശരിയായ അറകളിൽ ക്രമീകരിക്കുക, ഓർഗനൈസ്. വിശകലനം ചെയ്ത കാര്യങ്ങളെ ഇനി അവയുടെ സ്വഭാവത്തിനനുസരിച്ച്
വ്യത്യസ്തമായ ലിസ്റ്റുകളായി തരംതിരിക്കണം. GTD സിസ്റ്റത്തിന്റെ ഏറ്റവും വലിയ വിജയം ഈ ക്രമീകരണത്തിലാണ്. പ്രധാനമായും 4 തരം ലിസ്റ്റുകളാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. അടുത്ത നടപടികൾ, നെക്സ്റ്റ് ആക്ഷൻസ്. നമ്മൾ സ്വയം ചെയ്യേണ്ടതും 2 മിനിറ്റിൽ കൂടുതൽ സമയം എടുക്കുന്നതുമായ ജോലികളുടെ ലിസ്റ്റാണിത്. ഇതിനെ നമ്മുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് വീണ്ടും തിരിക്കാം. ഉദാഹരണത്തിന്, കമ്പ്യൂട്ടറിലുള്ള ജോലികൾ, ഫോൺ കോളുകൾ, ഓഫീസിൽ ചെയ്യേണ്ടവ എന്നിങ്ങനെ. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ യാത്രയിലോ മറ്റോ ആയിരിക്കുമ്പോൾ ഫോൺ കോളുകളുടെ ലിസ്റ്റ് മാത്രം എടുത്തു നോക്കി പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ സാധിക്കും. പ്രോജക്റ്റുകൾ, പ്രോജക്ട്സ് ലിസ്റ്റ്. ഒന്നിൽ കൂടുതൽ ഘട്ടങ്ങളുള്ള എല്ലാ വലിയ ലക്ഷ്യങ്ങളും ഈ ലിസ്റ്റിൽ വരുന്നു. വരാനിരിക്കുന്ന ആഴ്ചകളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വലിയ കാര്യങ്ങളുടെ ഒരു മാപ്പാണിത്. കാത്തിരിക്കുന്നവ, വെയിറ്റിംഗ് ഫോർ. നമ്മൾ ഒരാളെ ഏൽപ്പിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റൊരാളുടെ മറുപടിക്ക് വേണ്ടി കാത്തിരിക്കുന്ന കാര്യങ്ങൾ ഈ ലിസ്റ്റിൽ എഴുതി വെക്കണം. ഇതുവഴി ആരും നമ്മളെ പറ്റിക്കുകയോ നമ്മൾ കാര്യങ്ങൾ മറന്നു പോവുകയോ ഇല്ല. കലണ്ടർ. ഒരു പ്രത്യേക ദിവസത്തിലോ സമയത്തോ മാത്രം ചെയ്യേണ്ട കാര്യങ്ങൾ, മീറ്റിംഗുകൾ, അപ്പോയിന്റ്മെന്റുകൾ എന്നിവ കലണ്ടറിൽ മാത്രം കുറിക്കുക. കലണ്ടറിനെ ഒരു വിശുദ്ധമായ സ്ഥലമായി കാണണം. അനാവശ്യമായ ടു ഡു ലിസ്റ്റുകൾ കൊണ്ട് അതിൽ നിറയ്ക്കരുത്. പ്രതിവാര അവലോകനം, സിസ്റ്റത്തിന്റെ ജീവൻ. റിഫ്ലക്റ്റ്. മേൽപ്പറഞ്ഞ ലിസ്റ്റുകളെല്ലാം ഉണ്ടാക്കിയതുകൊണ്ട് മാത്രം കാര്യമായില്ല. അവ കൃത്യമായി പുതുക്കിയില്ലെങ്കിൽ ദിവസങ്ങൾക്കുള്ളിൽ ഈ സിസ്റ്റം തകരും. അതുകൊണ്ട് ഡേവിഡ് അലൻ ഏറ്റവും പ്രാധാന്യം നൽകുന്ന ഒന്നാണ് പ്രതിവാര അവലോകനം, വീക്ക്ലി റിവ്യൂ. എല്ലാ ആഴ്ചയിലും സാധാരണയായി വെള്ളിയാഴ്ച വൈകുന്നേരങ്ങളിലോ ഞായറാഴ്ചകളിലോ 1 മണിക്കൂർ ഇതിനായി മാറ്റിവെക്കുക. ആ ആഴ്ചയിൽ നടന്ന കാര്യങ്ങൾ വിലയിരുത്തുക. നിങ്ങളുടെ ഇൻബോക്സ് വീണ്ടും ശൂന്യമാക്കുക. കലണ്ടർ പരിശോധിക്കുക. വരാനിരിക്കുന്ന ആഴ്ചയിലെ പ്രോജക്റ്റുകൾ പ്ലാൻ ചെയ്യുക. ഈ അവലോകനം നിങ്ങളുടെ തലച്ചോറിന് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. ഇത് ശീലമാകുന്നതോടെ അടുത്ത ആഴ്ചയിലേക്ക് നിങ്ങൾ പൂർണ്ണമായി സജ്ജരാകും. ഒരു കാര്യത്തെക്കുറിച്ചും നിങ്ങൾക്ക് ആശങ്കയുണ്ടാകില്ല. വിവേകത്തോടെയുള്ള പ്രവർത്തനം, എൻഗേജ്. എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചു കഴിഞ്ഞാൽ പിന്നീട് ചെയ്യേണ്ടത് ആ ജോലികൾ കൃത്യമായി ചെയ്യുക എന്നതാണ്. ഏത് ജോലി ആദ്യം ചെയ്യണം എന്ന് തിരഞ്ഞെടുക്കാൻ 4 മാനദണ്ഡങ്ങൾ പുസ്തകം മുന്നോട്ട് വയ്ക്കുന്നു. സാഹചര്യം, കോണ്ടെക്സ്റ്റ്. നിങ്ങൾ ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? ഓഫീസിലാണെങ്കിൽ ഓഫീസിലെ ജോലികൾ ചെയ്യുക. വീട്ടിലാണെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുക. ലഭ്യമായ സമയം, ടൈം അവൈലബിൾ. അടുത്ത മീറ്റിംഗിന് മുമ്പ് നിങ്ങൾക്ക് 5 മിനിറ്റ് മാത്രമേ ഉള്ളൂ എങ്കിൽ അത്രയും സമയം കൊണ്ട് തീർക്കാവുന്ന ഒരു ചെറിയ ജോലി ലിസ്റ്റിൽ നിന്ന് തിരഞ്ഞെടുക്കുക. ഊർജം, എനർജി അവൈലബിൾ. ഓഫീസ് കഴിഞ്ഞ് വന്ന് നിങ്ങൾ കടുത്ത ക്ഷീണത്തിലാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടുള്ള ജോലികൾ ചെയ്യരുത്. ആ സമയത്ത് ലിസ്റ്റിലുള്ള ലളിതമായ കാര്യങ്ങൾ, ഉദാഹരണത്തിന് ഇമെയിലുകൾ ഡിലീറ്റ് ചെയ്യുക തുടങ്ങിയ കൊച്ചു ജോലികൾ ചെയ്യുക. മുൻഗണന അഥവാ പ്രയോറിറ്റി. മുകളിൽ പറഞ്ഞ 3 കാര്യങ്ങളും ഒത്തുവന്നാൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി ഏതാണോ അത് തിരഞ്ഞെടുത്ത് ചെയ്യുക. ഈ 5 ഘട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടപ്പിലാക്കുന്നതിലൂടെ അനാവശ്യമായ കൺഫ്യൂഷനുകൾ പൂർണ്ണമായും ഇല്ലാതാകുന്നു. എന്ത് ചെയ്യണം, എപ്പോൾ ചെയ്യണം എന്ന കൃത്യമായ ധാരണയുള്ളതിനാൽ മടിയുടെ ആസ്ഥാനമായ അനിശ്ചിതത്വം, അൺസർട്ടനിറ്റി പൂർണ്ണമായും ഇല്ലാതാകുന്നു. നിങ്ങളുടെ മേശപ്പുറവും നിങ്ങളുടെ മനസ്സും ഒരേപോലെ ശാന്തമാകുന്ന അത്ഭുതകരമായ ഒരു അനുഭവമാണ് ഈ 2ാം ഭാഗം നമുക്ക് സമ്മാനിക്കുന്നത്. ഭാഗം 3, തത്വങ്ങളുടെ അദൃശ്യശക്തിയും ജീവിത വിജയവും, ദ പവർ ഓഫ് ദ പ്രിൻസിപ്പിൾസ്. GTD സിസ്റ്റം ജീവിതത്തിൽ കൃത്യമായി നടപ്പാക്കി തുടങ്ങുമ്പോൾ നമ്മുടെ സ്വഭാവത്തിലും ചിന്താരീതിയിലും ഉണ്ടാകുന്ന ആഴത്തിലുള്ള മാറ്റങ്ങളെക്കുറിച്ചും ഈ തത്വങ്ങളുടെ യഥാർത്ഥ ശക്തിയെക്കുറിച്ചുമാണ് പുസ്തകത്തിന്റെ 3ാം ഭാഗത്തിൽ ഡേവിഡ് അലൻ വിശദീകരിക്കുന്നത്. അത് വെറുമൊരു ടൈം മാനേജ്മെന്റ് രീതി മാത്രമല്ല, മറിച്ച് ഒരു വ്യക്തിക്ക് തന്റെ ജീവിതത്തെയും ലക്ഷ്യങ്ങളെയും എത്രത്തോളം ഉയർന്ന തലത്തിലേക്ക് നയിക്കാൻ സാധിക്കും എന്നതിന്റെ ശാസ്ത്രീയമായ വിശകലനം കൂടിയാണ്. ബാഹ്യമായ അച്ചടക്കത്തിനപ്പുറം ഇത് നമ്മുടെ മനസ്സിനും ചിന്തകൾക്കും നൽകുന്ന വലിയൊരു സ്വാതന്ത്ര്യത്തെ ഈ ഭാഗം വെളിപ്പെടുത്തുന്നു. ശേഖരണശീലത്തിന്റെ മനഃശാസ്ത്രപരമായ ശക്തി. മനസ്സിൽ വരുന്ന കാര്യങ്ങൾ അപ്പോൾ തന്നെ കുറിച്ചുവെക്കുന്ന ലളിതമായ ശീലം, കളക്ഷൻ ഹാബിറ്റ് നമ്മുടെ ജീവിതത്തിൽ വരുത്തുന്ന മാറ്റം വളരെ വലുതാണ്.
നാം അറിയാതെ തന്നെ നമ്മുടെ ഉപബോധ മനസ്സ് നിരന്തരം ചെയ്യാൻ ബാക്കിയുള്ള ജോലികളെക്കുറിച്ച് ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ നമ്മൾ അവയെല്ലാം വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു ബാഹ്യ സിസ്റ്റത്തിലേക്ക് മാറ്റി എഴുതുമ്പോൾ തലച്ചോറിന് ആ ജോലികളോടുള്ള ബാധ്യത തീരുകയാണ് ചെയ്യുന്നത്. കാര്യങ്ങൾ സുരക്ഷിതമായി ഒരിടത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന ഉറപ്പ് മനസ്സിന് ലഭിക്കുമ്പോൾ ഭയവും ഉത്കണ്ഠയും ഇല്ലാതാകുന്നു. ഇത് നമുക്ക് നൽകുന്ന മാനസികമായ ശാന്തത അമൂല്യമാണ്. ഈ അവസ്ഥയിൽ മാത്രമേ ഒരു മനുഷ്യന് തന്റെ ജോലിയിൽ പൂർണ്ണമായും ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ഫോക്കസ് ചെയ്യാനും പുതിയ ആശയങ്ങൾ സൃഷ്ടിക്കാനും സാധിക്കുകയുള്ളൂ. അടുത്ത നടപടി സ്വീകരിക്കുന്നതിന്റെ രഹസ്യം. മിക്ക ആളുകളും തങ്ങളുടെ ലക്ഷ്യങ്ങൾ വലിയ വാക്കുകളിലാണ് എഴുതി വെക്കാറുള്ളത്. ഉദാഹരണത്തിന്, ബാങ്ക് ലോൺ ശരിയാക്കുക അല്ലെങ്കിൽ ആരോഗ്യം സംരക്ഷിക്കുക എന്നൊക്കെ ലിസ്റ്റിൽ എഴുതിവിട്ടാൽ നമ്മുടെ മനസ്സ് സ്വാഭാവികമായും അതിൽ നിന്ന് പിന്നോട്ട് വലിഞ്ഞ് മടി കാണിക്കും. കാരണം ഈ വാക്കുകളിൽ നമ്മൾ അടുത്തതായി കൃത്യമായി എന്ത് ചെയ്യണം എന്ന കാര്യം വ്യക്തമല്ല. ഡേവിഡ് അലൻ ഇതിനൊരു പരിഹാരമായി പറയുന്നത് അടുത്ത നടപടി, നെക്സ്റ്റ് ആക്ഷൻ ഡിസിഷൻ, കൃത്യമായി കണ്ടെത്തുക എന്നതാണ്. ബാങ്ക് ലോൺ ശരിയാക്കുക എന്നതിന് പകരം ബാങ്ക് മാനേജരെ വിളിച്ച് ആവശ്യമായ രേഖകൾ എന്തൊക്കെയാണ് എന്ന് ചോദിക്കുക. ഈ രീതിയിൽ മാറ്റി ചിന്തിക്കുമ്പോൾ അതൊരു ലളിതമായ ഫോൺ കോളായി മാറുന്നു. ഇത് ചെയ്യുന്നതിലൂടെ വലിയ കടമ്പകളായി തോന്നുന്ന പല കാര്യങ്ങളും വളരെ എളുപ്പത്തിൽ ചെയ്തു തീർക്കാൻ നമുക്ക് സാധിക്കും. വലിയ പ്രോജക്റ്റുകളെ ചെറിയ ചെറിയ കഷണങ്ങളാക്കി മാറ്റുമ്പോൾ മടി എന്നത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് പടിയിറങ്ങിപ്പോകും. ഫലങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന്റെ പ്രാധാന്യം. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യവും ആത്യന്തികമായി എന്ത് ഫലമാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്ന കൃത്യമായ ബോധം നമുക്കുണ്ടാകണം. ഔട്ട്കം ഫോക്കസിംഗ്. നമ്മൾ ഒരു ജോലി ചെയ്യുമ്പോൾ എന്താണ് ഇതിന്റെ യഥാർത്ഥ ലക്ഷ്യം എന്ന് സ്വയം ചോദിക്കണം. വിജയകരമായ ഒരു പ്രോജക്റ്റ് പൂർത്തിയാകുമ്പോൾ അത് എങ്ങനെയായിരിക്കും എന്നൊരു ദൃശ്യം മനസ്സിലുണ്ടാകുന്നത് നമുക്ക് വലിയ തോതിലുള്ള ഉന്മേഷവും പ്രചോദനവും നൽകും. ലക്ഷ്യത്തെക്കുറിച്ചുള്ള വ്യക്തതയും അതിലേക്ക് എത്താനുള്ള ആദ്യ പടിയെക്കുറിച്ചുമുള്ള ധാരണയും ഒത്തുചേരുമ്പോൾ കാര്യക്ഷമത അതിന്റെ ഉച്ചസ്ഥായിയിൽ എത്തുകയാണ് ചെയ്യുന്നത്. കോഗ്നിറ്റീവ് സയൻസും GTDയും. നൂതന മനഃശാസ്ത്ര പഠനങ്ങളും കോഗ്നിറ്റീവ് സയൻസും GTD സിസ്റ്റത്തെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്നുണ്ട്. നമ്മുടെ ഹ്രസ്വകാല ഓർമ്മശക്തിക്ക്, വർക്കിംഗ് മെമ്മറിക്ക് ഒരു പരിധിയുണ്ട്. ഒരേ സമയം 4-5 കാര്യങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ കൈകാര്യം ചെയ്യാൻ നമ്മുടെ തലച്ചോറിന് കഴിയില്ല. അതിൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലിട്ട് മൂടുമ്പോഴാണ് മനുഷ്യൻ മാനസിക സമ്മർദ്ദത്തിന് അടിമപ്പെടുന്നത്. GTD സിസ്റ്റം വഴി നമ്മൾ തലച്ചോറിന്റെ ഈ അധിക ഭാരത്തെ പുറത്തേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. ഡിജിറ്റൽ ലോകത്ത് മെമ്മറി ക്ലിയർ ചെയ്യുന്നത് പോലെ നമ്മുടെ മനസ്സ് എപ്പോഴും ഫ്രഷ് ആയിരിക്കാൻ ഇത് സഹായിക്കുന്നു. GTD മാസ്റ്ററി എന്ന ആത്യന്തിക ലക്ഷ്യം. പുസ്തകത്തിന്റെ അവസാനത്തിൽ ഡേവിഡ് അലൻ ഓർമ്മിപ്പിക്കുന്നത് GTD എന്നത് ഒറ്റ ദിവസം കൊണ്ട് പഠിച്ചെടുക്കാവുന്ന ഒരു വിദ്യയല്ല, മറിച്ച് നിരന്തരമായ പരിശീലനത്തിലൂടെ നേടിയെടുക്കേണ്ട ഒരു കലയാണ്. നമുക്ക് ആദ്യത്തെ കുറച്ചു ദിവസങ്ങളിൽ ഇത് പിന്തുടരാൻ ബുദ്ധിമുട്ടായി തോന്നാം. ചിലപ്പോൾ നമ്മൾ ലിസ്റ്റുകൾ കൃത്യമായി നോക്കാൻ മറന്നുപോയി എന്നും വരാം. എന്നാൽ പരാജയങ്ങളിൽ തളരാതെ വീണ്ടും ഇൻബോക്സ് ശൂന്യമാക്കാനും പ്രതിവാര അവലോകനം ചെയ്യാനും ശ്രദ്ധിക്കുക. ഈ സിസ്റ്റം നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറിക്കഴിഞ്ഞാൽ പിന്നീട് എത്ര വലിയ പ്രതിസന്ധികൾ വന്നാലും എത്രയധികം ജോലികൾ ഒരുമിച്ച് വന്നാലും നിങ്ങൾ ഭയപ്പെടുകയില്ല. ഒരു മാർഷൽ ആർട്സ് വിദഗ്ധനെ പോലെ തികഞ്ഞ ആത്മവിശ്വാസത്തോടെയും ശാന്തതയോടെയും ജീവിതത്തിലെ ഓരോ വെല്ലുവിളികളെയും നേരിടാൻ നിങ്ങൾക്ക് സാധിക്കും. ചുരുക്കത്തിൽ, മടിയും സമ്മർദ്ദവുമില്ലാതെ ഉയർന്ന ഉൽപാദനക്ഷമതയോടെ ജീവിക്കാനുള്ള ഏറ്റവും മികച്ച പ്രായോഗിക തത്വചിന്തയാണ് ഡേവിഡ് അലൻ ഈ 3 ഭാഗങ്ങളിലൂടെ നമുക്ക് പകർന്നു നൽകുന്നത്. ദൂരക്കാഴ്ചയും ജീവിതത്തിന്റെ ഉന്നത ലക്ഷ്യങ്ങളും. ഹൊറൈസൺസ് ഓഫ് ഫോക്കസ് ആൻഡ് ഇന്റഗ്രേഷൻ. GTD സിസ്റ്റത്തിന്റെ 5 ഘട്ടങ്ങളും ലിസ്റ്റുകളും കൃത്യമായി പാലിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് തന്റെ ദൈനംദിന ജോലികളിൽ പൂർണ്ണമായ നിയന്ത്രണം ലഭിക്കും. എന്നാൽ ദിവസേനയുള്ള ജോലികൾ തീർക്കുന്നതിനപ്പുറം നമ്മൾ എങ്ങോട്ടാണ് യാത്ര ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് വലിയൊരു ദൂരക്കാഴ്ച, പെർസ്പെക്റ്റീവ് കൂടി ഉണ്ടാകുമ്പോഴേ ഈ സിസ്റ്റം പൂർണ്ണമാകുകയുള്ളൂ. ഇതിനായി ഡേവിഡ് അലൻ വിമാനത്തിന്റെ ഉയരത്തെ സൂചിപ്പിക്കുന്ന 6 തലങ്ങൾ, ഹൊറൈസൺസ് ഓഫ് ഫോക്കസ്, പരിചയപ്പെടുത്തുന്നുണ്ട്. താഴെത്തട്ടിലുള്ള ദൈനംദിന ജോലികൾ മുതൽ ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യം വരെ ഇതിൽ ഉൾപ്പെടുന്നു. ഫോക്കസിന്റെ 6 തലങ്ങൾ.
നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും ചെറിയ കാര്യങ്ങളിൽ തുടങ്ങി ജീവിതത്തിന്റെ വലിയ ലക്ഷ്യങ്ങളിലേക്ക് നോക്കുന്ന പ്രക്രിയയാണിത്. ഏറ്റവും താഴെയുള്ള നിലവാരം, ഗ്രൗണ്ട് ലെവൽ കറന്റ് ആക്ഷൻസ്. നമ്മൾ ഇപ്പോൾ ഈ നിമിഷം ചെയ്തുകൊണ്ടിരിക്കുന്ന ഫോൺ കോളുകൾ, ഇമെയിലുകൾ, ലളിതമായ ജോലികൾ എന്നിവയാണ് ഇതിൽ വരുന്നത്. ഹൊറൈസൺ 1 കറന്റ് പ്രോജക്ട്സ്. ഒരു വർഷത്തിനുള്ളിൽ നമ്മൾ പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്ന ഒന്നിലധികം ഘട്ടങ്ങളുള്ള വലിയ ജോലികളാണ് ഇതിൽ ഉൾപ്പെടുന്നത്. ഉദാഹരണത്തിന് ഒരു പുതിയ കോഴ്സ് പഠിക്കുക, വീട് പെയിന്റ് ചെയ്യുക എന്നിങ്ങനെ. ഹൊറൈസൺ 2 ഏരിയാസ് ഓഫ് ഫോക്കസ് ആൻഡ് അക്കൗണ്ടബിലിറ്റി. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ഉത്തരവാദിത്തമുള്ള മേഖലകളാണിത്. ജോലിയിലെ നിങ്ങളുടെ പദവി, ആരോഗ്യം, സാമ്പത്തിക ഭദ്രത, കുടുംബം എന്നിവ ഇതിൽ വരുന്നു. ഇവ കൃത്യമായി കൊണ്ടുപോകുന്നുണ്ട് എന്ന് ഉറപ്പാക്കേണ്ടതുണ്ട്. ഹൊറൈസൺ 3 1 to 2 ഇയർ ഗോൾസ്. അടുത്ത 1-2 വർഷങ്ങൾക്കുള്ളിൽ നമ്മുടെ കരിയറിലോ വ്യക്തി ജീവിതത്തിലോ ഉണ്ടാകേണ്ട വലിയ മാറ്റങ്ങളും ലക്ഷ്യങ്ങളുമാണ് ഈ തലത്തിൽ ചിന്തിക്കുന്നത്. ഹൊറൈസൺ 4 3 to 5 ഇയർ വിഷൻ. അടുത്ത 5 വർഷത്തിനുള്ളിൽ നമ്മൾ എവിടെ എത്തണം, നമ്മുടെ ജീവിതശൈലി എങ്ങനെയായിരിക്കണം എന്നതിൻ്റെ ഒരു വലിയ ദർശനമാണിത്, വിഷൻ. ഹൊറൈസൺ 5 പർപ്പസ് ആൻഡ് പ്രിൻസിപ്പിൾസ്. ഇതാണ് ഏറ്റവും ഉയർന്ന തലം. നിങ്ങളുടെ ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യം എന്താണ്? എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ജീവിക്കുന്നത്? നിങ്ങളുടെ മൂല്യങ്ങൾ എന്തൊക്കെയാണ്? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണിത്. ഈ 6 തലങ്ങളും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ ഹൊറൈസൺ 5ലെ ജീവിത ലക്ഷ്യത്തിനനുസരിച്ചായിരിക്കണം നിങ്ങളുടെ 5 വർഷത്തെ പ്ലാൻ. അതിനനുസരിച്ചായിരിക്കണം നിങ്ങളുടെ ഇന്നത്തെ ദിവസത്തെ ജോലികളും രൂപപ്പെടേണ്ടത്. ഈ വ്യക്തത വരുമ്പോൾ ജീവിതത്തിൽ വെറുതെ ഓടി നടന്ന് ജോലി ചെയ്യുന്ന അവസ്ഥ മാറി കൃത്യമായ ലക്ഷ്യബോധത്തോടെ മുന്നേറാൻ സാധിക്കും. സിസ്റ്റം ജീവിതത്തിന്റെ ഭാഗമാകുമ്പോൾ. ഈ പുസ്തകം മുഴുവനായി വായിച്ചു തീർക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് കാര്യങ്ങൾ കൃത്യമായി ചെയ്യുക എന്നത് ഒരു ജന്മസിദ്ധമായ കഴിവല്ല, മറിച്ച് ആർക്കും പരിശീലിച്ചെടുക്കാവുന്ന ഒരു സാങ്കേതിക വിദ്യയാണെന്നാണ്. മടിയും ജോലികൾ നീട്ടിവെക്കുന്ന ശീലവും ഉണ്ടാകുന്നത് നമ്മൾ മോശക്കാരായതുകൊണ്ടല്ല, മറിച്ച് നമ്മുടെ തലച്ചോറിന് താങ്ങാൻ പറ്റുന്നതിലധികം കാര്യങ്ങൾ ഒരുമിച്ച് അതിലേക്ക് അടിച്ചേൽപ്പിക്കുന്നത് കൊണ്ടാണ്. നിങ്ങളുടെ മുന്നിലുള്ള എല്ലാ കാര്യങ്ങളും ലിസ്റ്റുകളാക്കി മാറ്റി അടുത്ത നടപടി എന്തെന്ന് കൃത്യമായി നിശ്ചയിച്ച് മുന്നോട്ടു പോകുമ്പോൾ അനാവശ്യമായ ചിന്തകൾ ഇല്ലാതാകുന്നു. മനസ്സ് പൂർണ്ണമായും ശാന്തമാകുമ്പോൾ അവിടെ മടിക്ക് സ്ഥാനമില്ലാതാകുകയും ഉന്മേഷം നിറയുകയും ചെയ്യും. ഈ പുസ്തകം മുന്നോട്ട് വയ്ക്കുന്ന ലളിതമായ ശീലങ്ങൾ ജീവിതത്തിൽ പകർത്താൻ തയ്യാറായാൽ സമ്മർദ്ദമില്ലാത്തതും കഠിനാധ്വാനത്തിന് പകരം സ്മാർട്ടായി കാര്യങ്ങൾ ചെയ്യുന്നതുമായ ഒരു പുതിയ ജീവിതശൈലി നിങ്ങൾക്ക് സ്വന്തമാക്കാൻ കഴിയും. ഇതുപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. നന്ദി.